കഥയില്ലാത്ത ഒരു കല്യാണ കഥയുമായി ഞങ്ങൾ വരുന്നു. എന്നാലോ ഒരുപാട് കഥകളുള്ള കല്യാണമാണ് താനും. ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഞങ്ങളുടെ എല്ലാമായ അലമ്പൻ എന്ന ചെല്ലപ്പേരുള്ള ശിവദാസ്. കൈസേ അപ്പോൾ നമ്മുടെ ശിവദാസ് അല്ലേ? അവന് പൈസ എല്ലാം കൊടുക്കണ്ട നീ? ഇല്ല. എന്തേ? അല്ല അവനിപ്പോ പൈസയുടെ കാര്യമല്ലേ ചോദിച്ചേ? അതിന് പൈസന്നല്ല കൈസേഹോന്നാ ചോദിച്ചേ. ഹിന്ദിയാ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എവിടെയായി? കണ്ടു. ഹായ്, എത്ര നേരായി ഞങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാരും ഉണ്ടല്ലോ. ഇന്നലത്തെ ഐസ്ക്രീം എനിക്കില്ലടാ. എനിക്ക് പറ. എന്താടാ? എനിക്ക് പറയടാ. നീ ഒന്ന് പോയേ. എന്റെ ഫ്രണ്ടാ, എപ്പോഴും കൂടെ തന്നെ കാണും. എടാ പോണ്ടേ? എന്താടാ ഇടയ്ക്കിടയ്ക്ക് നിന്നെയും തണുപ്പിച്ച് കൊല്ലും ഞാൻ. എവിടെ പോടാ? കുറെ നേരായി വന്നിട്ട്. നീ ഒന്ന് പോയേ. തിരിച്ചോണ്ടിരിക്കണം നിന്റെ പരിപാടി. ഇന്നലെ ബുക്ക് ചെയ്ത ടൈമൊന്നും ആയിട്ടില്ല. പോയേ പോ. അപ്പുറത്തെങ്ങാനും പോയിരിക്കും. പോ. അപ്പറേ അപ്പറേ കഴിക്കടാ. പൊന്നക്കാമുക കിട്ടും. നല്ല മധുരം ഉണ്ടല്ലേ? അവൻ നോക്കി ഇന്ന പോക്കൊന്നും നടക്കൊന്നുമില്ല. വാ പോവാ. വാ, തീർന്നില്ലേ ഇത്? ഒരുപാട് നേരയില്ലേ? ഇന്ന് ഇറക്കാം. മതി കയറ്റി സമയം പോയിന്ന്. നീ ഒന്നും പറയണ്ട. ഇതിലും കഴിച്ചുള്ള അവൻ നിമാർക്ക് വേണ്ടി നനയണ നേരം കൊണ്ട് പൊന്നളിയാ ബാ പോണ്ടേ. കുറെ നേരമായി. കസേരയിലെപ്പടി വെള്ളമാണ്. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്നോളാം. അതെ ബാ പോവാ പ്ലീസ്. ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. നീ ഒന്ന് പോയേർക്ക. നീ അപ്പുറത്തെങ്ങാനും പോയിരിക്കും. അവന്മാരൊക്കെ ബിസിയാണ്. മതി ഒന്ന് പോയേ ഇവിടുന്ന്. മതി, കുറെ നേരമായല്ലോ ഒലിപ്പിക്കാൻ തുടങ്ങിയിട്ട്. മതി, എനിക്ക് ഉള്ള ക്ഷമ കളയത്തിട്ട നീ കൂടി. നീ ആൾ കൊള്ളാലാ. നീ രണ്ടെണ്ണത്തിന്റെ തന്തിയാണ്. നീ ആരെ ഉള്ള കണി കണ്ടിട്ട് വന്നത്? ബ്ലാഡി ഫോൾസ്. ചുമ്മാ കുറെ മഴ നനഞ്ഞു. ഇപ്പോ ഏകദേശം കാര്യങ്ങളുടെ വ്യക്തത നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. തൻ്റേതെന്ന് അവകാശപ്പെടാൻ ഒരു പ്രണയമില്ലാത്തതാണ് ഞങ്ങളുടെ അലമ്പന്റെ മാനസിക വൈക്ലഭ്യത്തിന് കാരണം. ആ വിഷമം തീർക്കാൻ ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതെന്താണെന്നല്ലേ? ദേ കണ്ടോളൂ. ഹലോ. അതെ, കഴിഞ്ഞ ദിവസം നമ്മള് കൊച്ചി പോയില്ലേ എല്ലാരും കൂടി കറങ്ങാനായിട്ട്? എടാ നീയൊക്കെ കിളികളെ എങ്ങനെ ഒപ്പിക്കണ്ട? ഒരു ഐഡിയ പറഞ്ഞതാട്ടെ. അത് ശരി. അവൻ പറഞ്ഞതും ഫേസ്ബുക്ക്, ഇവൻ പറഞ്ഞതും ഫേസ്ബുക്ക്. എന്നാ പിന്നെ ഇന്ന് മുതൽ ഞാനും ഫേസ്ബുക്ക്. സംഭവം ഏതാണ്ട് ഏറ്റു. ആളിപ്പോ മലന്നും ഇരന്നും കിടന്നും ഒക്കെ ഫേസ്ബുക്കിൽ തന്നെയാ. ഒരു കിളിയേയും കിട്ടി. ആ പ്രണയത്തിന്റെ അവസാനം അവർ ഒന്നിക്കാൻ തീരുമാനിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നാണല്ലോ. ശേഷം ഭാഗം സ്ക്രീനിൽ.
വിട്ടത് യോഗേ. നിങ്ങൾക്കൊന്നും ഉറക്കമില്ലേ? പണ്ട് ഞാനും പോർന്ന് ജിമ്മിലൊക്കെ. ഇത് കണ്ട മസില 6 പാക്കൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് പള്ളിപ്പറമ്പിൽ വെച്ച് എന്തോ കണ്ട് പേടിച്ച് പനി പിടിച്ചപ്പോൾ ഒക്കെ പോയി. വരുത്താലോ 100 പുഷപ്പൊക്കെ നമ്മൾ പുഷ്പം പോലെ എടുത്തേക്കണ്. മതി കണ്ടത്. ഈ ലൈറ്റങ്ങൾ. നേരം പുലരുകയാണ്. അതെ, അവന്റെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസം. നിങ്ങളുടെ മോൻ്റെ ഓരോരോ തോന്നിയാസങ്ങൾ എന്താപ്പാ ഇത്? ഈ സാധനം കടിക്കുവാടാ. ശവത്തി കുത്തല്ലേ എൻ്റെ അപ്പ. സംഭവം എന്തൊക്കെ ആയാലും ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്ന് ആശ്വസിച്ച് 2 പേരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറ്റൊരു സംഭവം. പോട്ടെ 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 പോട്ടെ. नहीं तो मैं जाकर उससे पूछ लेगा. ചോർതോ വിട്ടുകളാ കച്ചറ പിള്ളേരാ. പോട്ടെ. ഇല്ല കുഴപ്പമില്ല. നിങ്ങൾ പോയി ചോദിക്കുന്നുണ്ടോ? ചോദിക്കണോ? ഞാൻ പിന്നെ നിങ്ങൾ പോയി ചോദിക്കുന്നുണ്ടോ? ഞാൻ പൊക്കോളാം. പഞ്ചാബി അല്ല എന്താ ചേട്ടന്മാരെ പ്രശ്നം? ഒറ്റയ്ക്ക് തിന്നണല്ലേ പന്നി. ചൂടാവണ പന്നി കൈകാലം വെടികളാട്ടപ്പൂല്ലേ. സ്വാഭാവികമായും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയൊക്കെ കുറ്റപ്പെടുത്തൽ കൊണ്ട് കഥാനായകൻ്റെ മനസ്സ് വെള്ളത്തിലിട്ട പൊങ്ങുതടി പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കിളികളും വേണ്ട, കൂട്ടുകാരും വേണ്ട, ആരും വേണ്ട. ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് കറങ്ങാറങ്ങിയതാ. ഇവിടെ നിൽപ്പുണ്ട്, കൊടുക്കാം. സാധു വിളിക്കുന്നു. ഏതവള്? പതുക്കെ പറയടാ, അവള് കേൾക്കും. അവൾക്ക് എന്നോട് സംസാരിക്കാനുള്ളൂ. എനിക്കിപ്പോൾ ആരോട് സംസാരിക്കുന്നായിരുന്നു. നിനക്ക് അവളോടൊന്നും സംസാരിക്കാനില്ലേ? താല്പര്യമില്ല. എടി, അവൻ്റെ വൈഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വിളിക്കാമെന്ന് പറയാവേ. അതിപ്പോൾ ആയിക്കോട്ടാ. എടാ, നിന്റെ ആ പെണ്ണിൻ്റെ ആ ഫോട്ടോ ഒന്ന് ആയിക്കോടാ. നമ്മളാ ലേഖ ചേച്ചി നമ്മുടെ ഫോട്ടോ ഒന്ന് ചോദിച്ചായിരുന്നു, നിന്റെ ആ പെണ്ണിൻ്റെ. ഇപ്പോൾ തരാട്ടോ അവരുടെ. നീ പോയൊരാകേഷ അല്ലെങ്കിൽ തന്നെ തലക്ക് ഭ്രാന്ത് പിടിച്ചു. അവനും അവൻ്റെ കുറേ കിളികളും. അല്ലെങ്കിലും നിനക്ക് ഭ്രാന്താണ്. അടുത്ത കുരിശ് എനിക്ക് പിന്നെ ഇനി എന്താണോ? ഇപ്പൊ തരാട്ടോ മച്ചാനെ ഒരു സെൽഫി. നീ ഒന്നും മാറിന്നടാ. നിനക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു കോമാളിയാണല്ലേ. നിൻ്റെയൊക്കെ ഒടുക്കത്തെ ഒരു ഐഡിയ കാരണം എനിക്കിപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങിയ നാട്ടുകാരുടെ ഇടി. എടാ, ഞങ്ങളുടെ ഐഡിയക്ക് എന്താ കുഴപ്പം? നീ ജില്ലയല്ല, സംസ്ഥാനം വിട്ടുപോയല്ലോ. നിന്നോടാരാ പറഞ്ഞ അതിർത്തി ലംഘിക്കാൻ? നീ പഞ്ചാബിൽ നിന്ന് അങ്ങോട്ട് സാധനത്തിനെ പൊക്കിക്കൊണ്ടുവന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറ്റക്കാരായല്ലേ? ഞാനൊന്നും പറയുന്നില്ല. ഇവനെന്താ പൊട്ടം കടിച്ചാ? എനിക്കിത് വരണം. നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾക്ക് ആവശ്യത്തിൽ കൂടുതലും മസിലുള്ളതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. പുഴവക്കത്ത് കാലും തൂക്കിയിട്ടിരുന്ന് അഗാധതയിലേക്ക് കണ്ണും നട്ട് ഭാവിയുടെ ശൂന്യതയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് പണ്ടാറടങ്ങിയിരിക്കുകയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അലമ്പൻ.
മോനെ, എന്താ നിൻ്റെ പ്രശ്നം? കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. കുടുംബജീവിതമാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറണോടാ. അതാ വേണ്ടത്. അല്ലാതെ നിൻ്റെ കൂടെ ഈ അച്ഛനുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കും. മോനെ, നിനക്കറിയാലോ, അന്ന് തന്നെ ഒരു വിഷയം ഉണ്ടായപ്പോൾ നിന്നെ അവിടെ ഒന്ന് സഹായിച്ചു ഓർക്കുന്നില്ലേ? അവൾക്ക് നിന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നല്ലടാ, നല്ലൊരു സ്നേഹമുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട. കുടുംബജീവിതം അല്ലേടാ, കുറച്ചൊക്കെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അതൊക്കെ നീ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നേറണം കേട്ടോ. നിൻ്റെ കൂടെ ഈ അച്ഛനുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക. നീ ഒന്നും പേടിക്കണ്ട കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പോലെ അവൻ്റെ മനസ്സിന് ധൈര്യം നൽകി പഴയ അൽനാമ്പറമ്പൻ ആയി തിരിച്ചു കൊണ്ടുപോകാൻ അവൻ്റെ അച്ഛൻ തന്നെ വേണ്ടി വന്നു. ഇതാണ് ഞങ്ങളുടെ കഥയില്ലാത്ത കല്യാണ കഥ.